എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവരും ഹെൽത്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഗ്രിൽ ഫിഷ് ഇൻ ലെമൺ ബട്ടർ ഗാർലിക് സോസ്. ഒരു കാര്യം പറയാനുള്ളത്, കമൻസ് നോക്കിയിട്ടാണല്ലോ നമ്മളൊരു ചാനൽ കാണണമോ വേണ്ടായോ എന്നൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്ക് അയക്കുന്ന പേഴ്സണലായിട്ടുള്ള കമൻസിന് പകരം അത് കമൻസ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കാൻ നിങ്ങളുടെ സഹായിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രം ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻസ് ബോക്സിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ചെയ്യാനും വളരെ എളുപ്പമാണ്, ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗ്രിൽ ചെയ്യാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാമൺ ഫിഷ് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 2 ഫില്ലേഴ്സ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ആദ്യം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരല്പം കടുക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ലെമൺ ജ്യൂസ്, അതിലേക്ക് പെപ്പർ പൗഡർ ഇട്ടു, ഇപ്പോൾ കുരുമുളക് പൊടി ഇട്ടു, അതിനുശേഷം ഞാൻ വെളുത്തുള്ളിപ്പൊടി ഇട്ടു, ഉപ്പ്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റെല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നേക്കാം. ഒരല്പം കോൺഫ്ലവർ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് മസ്റ്റർഡ് ഓയിൽ, കടുകെണ്ണ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഒലിവ് ഓയിൽ തേക്കാം. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം, ബോൺലെസ് ആയിരുന്നാൽ മതി. അപ്പോൾ ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഒന്ന് മാരിനേറ്റ് ഇവിടെ ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ഞാനതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമുക്കിനി ആ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യണം. അതിന് മുമ്പായിട്ട് അതിലൊരല്പം ബ്രെഡ് ക്രംസും കൂടെ ഒന്ന് ചെറിയ കോട്ടിങ് ചെയ്യണം. അതിനകത്തേക്ക് അല്പം വൈറ്റ് പെപ്പർ, കാര്യം ആ കോട്ടിങ്ങും കൂടെ ഒന്ന് സ്പൈസി ആക്കാനായിട്ടാണ്. അല്ലാതെ നമ്മൾ മറ്റ് ഒരുപാട് സ്പൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് ഇന്ത്യനൈസ്ഡ് ഗ്രില്ലാക്കുകയാണ് ഞാൻ. ഒരല്പവും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ്, ഞാനത് ഒന്നുകൂടെ ചെറിയ പീസാക്കിയായിരുന്നു. അപ്പോൾ അത് 2 പീസ് ഞാൻ 4 പീസാക്കിയായിരുന്നു. അത് ഗ്രില്ല് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മുടെ തവയിൽ വെച്ച് ചെയ്യാം നമുക്ക് കേട്ടോ. നമ്മൾക്ക് ഗ്രില്ല് നമ്മുടെ കയ്യിലില്ല എങ്കിൽ വെറുതെ ചെറിയ തീയിൽ നമ്മുടെ തവയിൽ തന്നെ നമുക്കിത് വെച്ച് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഇനി ഇത് റെഡിയായി, ഇനി ഗ്രില്ല് ചെയ്യാം. അപ്പോൾ ഞാനിത് തവയിലാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വെച്ചു. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയമിലാക്കി വെക്കണം. തവ ചൂടായി വരുന്നുണ്ടേ വളരെ കുറച്ച് അത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കടുകെണ്ണയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണയെക്കാട്ടിൽ നല്ലത് എള്ളെണ്ണയോ കടുകെണ്ണയോ ഒലിവെണ്ണയോ ആണ്. നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ഫിഷ് ഓരോന്നായിട്ട് വയ്ക്കാം. തീ കുറവായതുകൊണ്ടാണ് വലിയ ശബ്ദമൊന്നും കേൾക്കാത്തത് കേട്ടോ. കാരണം ചെറിയ തീയിലിടുന്നത് വേകണം. മീനിൻ്റെ തിക്നെസ് അനുസരിച്ച് വേണം അത് വേകാനുള്ള സമയം. എന്തായാലും ഒരു സൈഡ് ഒരു 4 മിനിറ്റ്, മറ്റേ സൈഡ് ഒരു 4 മിനിറ്റെങ്കിലും വേണം ഒരുവിധം തിക്നെസ് ആണെങ്കിൽ. ഇനി അതിൽ കൂടുതലാണെങ്കിൽ അത് നമ്മൾ നോക്കണം എത്രത്തോളം സമയം വേണം അത് വെന്ത് കിട്ടാമെന്ന്. അത് ഫിഷിൻ്റെ ആ കട്ടി അല്ലെങ്കിൽ തിക്നെസ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നന്നായിട്ട് വേകണമല്ലോ. കട്ടി കുറഞ്ഞത് വേഗം നമുക്ക് എടുക്കാം. മറ്റേതിൻ്റെ ഈ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് വേണം നമ്മൾ വേവിക്കണം. അതായത് ഇങ്ങനെയും കൂടെ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ 4 സൈഡും മാറി മാറി നമുക്ക് ഒന്ന് വെന്ത് കിട്ടണം. ഈ തിന്നായിട്ടുള്ളത് രണ്ടും ശരിയായിട്ടുണ്ട്. ഇതും ഇപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. അതിൽ നിന്ന് ഇറങ്ങുന്ന എണ്ണ ഒമേഗ 3 അതിൻ്റെ തന്നെയാണ്, അതുകൊണ്ട് അത് കളയണ്ട. റെഡി ആയിട്ടുണ്ട്. ഇതിന് സൈഡായിട്ട് സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ലെമൺ ബട്ടർ ഗാർലിക് സോസ്, എനി സോസ് നമുക്കിഷ്ടമുള്ള നല്ല ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഫ്ലേവർഫുള്ളായിട്ടുമുള്ള സോസ്, അതൊക്കെ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗ്രിൽഡ് ഫുഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ലെമൺ ബട്ടർ ഗാർലിക് സോസ് ഒഴിച്ച് കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. ഈ ലെമൺ ഗാർലിക് സോസിൻ്റെ റെസിപ്പി ഞാൻ വേറെ നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്ത് തരാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.